Once again, welcome back to the session, everyone. So, നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ marathon session second day ആണ്. So, in the last day session, we were discussing about the topics in relation to internal controls. And in our today's session, we will be focusing on one of our core area, that's the area of audit risk. So, audit risk എന്ന് പറയുന്ന ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ റിസ്കിന്റെ എല്ലാ ഏരിയാസ് റിവൈസ് ചെയ്തതിനു ശേഷം റിസ്കിന്റെ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയിരിക്കും ഇന്നത്തെ ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് വെൽ വി നോ ദാറ്റ് നമുക്ക് വെൻ ഇറ്റ് കംസ് ടു ദ പേപ്പർ ഡബിൾ എ നമുക്ക് 100% ഉറപ്പായിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. നോർമലി അത് ജനറൽ റിസ്കിന്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആവാം. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ദ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് ക്വസ്റ്റ്യൻസ് ഇൻ റിലേഷൻ ടു ഓഡിറ്റ് റിസ്ക് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആസ് വെൽ. സോ അപ്പോൾ ഇതേ വേ ആയിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ റിസ്ക് മാത്രമായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ റിസ്ക് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ഏത് രീതി വേണേലും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യമേ ക്വിക്ലി ഒന്ന് എന്തായിരുന്നു ഓഡിറ്റ് റിസ്ക് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ഓഡിറ്റ് റിസ്ക് എന്താണ് എന്നുള്ളത് തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തിട്ട് we will rush through the topic relating to how we will need to practice questions from the area of audit risk. അപ്പൊ എന്തായിരുന്നു ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാല് it's a risk of giving an inappropriate opinion on the financial statements when the financial statements of a company is materially misstated. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കൊടുക്കാനുള്ള ചാൻസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ വെനെവർ വി പെർഫോം എൻ ഓഡിറ്റ് ദർ ഇസ് ഓൾവേസ് എ പോസിബിലിറ്റി ദാറ്റ് നമ്മൾ തെറ്റായ ഒരു ഒപ്പീനിയൻ ക്ലയന്റിന് കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് തെറ്റായ ഒരു ഒപ്പീനിയൻ കൊടുക്കാനായിട്ടുള്ള ആ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ചാൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നുണ്ടാവുക. നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങളുടെ കോമ്പിനേഷൻ ആണ്. ഏതൊക്കെയായിരുന്നു? ഇൻഹെറന്റ് റിസ്ക് ഉണ്ട്, കൺട്രോൾ റിസ്ക് ഉണ്ട്, ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ട്. ഈ ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും ഡിറ്റക്ഷൻ റിസ്ക്കും കൂടെ വരുമ്പോഴാണ് ഓവറോൾ ഓഡിറ്റ് റിസ്ക് ഫോം ആവുക. അതിൻ്റെ അകത്ത് ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും ആണ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ അഫക്ട് ചെയ്യുന്ന റിസ്കുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് എന്നാണ് വിളിക്കുക. ആൻഡ് ഓഡിറ്ററായി നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്ന ഒരേ ഒരു റിസ്ക് ആണ് ഡിറ്റക്ഷൻ റിസ്ക്. നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെ മീനിങ്ങും ക്ലിയർലി പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇൻഹെറന്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ കൺട്രോൾസ് എന്തൊക്കെയാണോ അതെല്ലാം കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അസേർഷൻസിൽ മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അസേർഷൻസിൽ മിസ്റ്റേക്ക് ഉണ്ടാവാനായിട്ടുള്ള ആ പോസിബിലിറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക വിൽ കോൾ ഇറ്റ് ആസ് ഇൻഹെറന്റ് റിസ്ക്. ഇനി കൺട്രോൾ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം വീക്ക് ആയ കാരണം കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്കിനെ കമ്പനിക്ക് പ്രിവെന്റ് ചെയ്യാനോ ഡിറ്റക്ട് ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസ് വീക്ക് ആയതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഉണ്ടായ മിസ്റ്റേക്സിനെ പ്രിവെന്റ് ചെയ്യാനോ ഡിറ്റക്ട് ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ പറ്റാത്തതിനെയാണ് എന്തെന്ന് വിളിക്കുക കൺട്രോൾ റിസ്ക് എന്ന് വിളിക്കുക. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ഡിറ്റക്ഷൻ റിസ്ക് ഓഡിറ്ററായി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു അപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ പെർഫോം ചെയ്ത പ്രൊസീജിയേഴ്സ് വഴി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഒരു പ്രോപ്പർ കൺക്ലൂഷൻ റീച്ച് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുക ഡിറ്റക്ഷൻ റിസ്ക് എന്ന് വിളിക്കുക. അപ്പൊ ഈ 3 റിസ്കും കൂടെ ചെയ്യുമ്പോഴാണ് ഓവറോൾ ഓഡിറ്റ് റിസ്ക് ഫോം ആവുന്നുണ്ടാവുക. ആൻഡ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ആസ് എൻ ഓഡിറ്റ് ഈ 3 റിസ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഓൺലി ബി ഡിറ്റക്ഷൻ റിസ്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറോൾ ഓഡിറ്റ് റിസ്ക് റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിറ്റക്ഷൻ റിസ്ക് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ പെർഫോം ചെയ്യണം. അതുവഴി കൂടുതൽ എവിഡൻസുകൾ ഒബ്ടൈൻ ചെയ്യണം. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓവറോൾ ഓഡിറ്റ് റിസ്കിനെ കുറിച്ച്. അപ്പൊ എപ്പോഴും ഓർത്ത് വെക്കുക ഓവറോൾ ഓഡിറ്റ് റിസ്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഇൻഹെറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക് ആൻഡ് ഡിറ്റക്ഷൻ റിസ്ക്. ഇനി നമുക്കറിയാം ഓഡിറ്റ് റിസ്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണേലും എക്സാമിന് വരുന്നുണ്ടാവും. അപ്പൊ ഈ ഓഡിറ്റ് റിസ്കിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആൻസേഴ്സ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസേഴ്സിന്റെ അകത്ത് 3 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ സിനാരിയോയ്ക്കകത്തുള്ള റിസ്ക് എന്താണോ ആ റിസ്കിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യേണ്ടത്. എന്താണോ നമ്മളോട് സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന റിസ്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താണ് ശരിക്കും വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് വേണം പറയാൻ. സോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ നമുക്ക് ആക്ച്വലി റിക്വയർഡ് ആയിട്ടുള്ളത് അതെന്താന്നുള്ളത് പറയാം. എല്ലാ സിനാരിയോയിലും ദർ ഈസ് ഓൾവേസ് എ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് മിസ്റ്റേക്ക്. സോ വാട്ട് വിൽ ഗോ റോങ് എന്താണ് തെറ്റായിട്ട് സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന പ്രകാരം
സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ എന്നുള്ള കാര്യം പറയാം. ഫൈനലി അങ്ങനെ തെറ്റായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണോ ഓവർ സ്റ്റേറ്റ്മെന്റ് ആണോ, എന്ത് ഇമ്പാക്ട് ആണ് ഉണ്ടാവുന്നത്, അതെന്താന്നുള്ള കാര്യം പറയാം. സോ അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഓഡിറ്റ് റിസ്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഓരോ റിസ്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയേണ്ടത്? ആദ്യമേ എന്താണോ സിനാരിയോക്കകത്ത് ഉണ്ടായിരിക്കുന്ന റിസ്ക് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ അതിനെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് വേണ്ടതെന്നുള്ളത് പറയാം. വാട്ട് വിൽ ഗോ റോങ്, എന്താണ് അവിടെ തെറ്റായിട്ട് സംഭവിക്കാനുള്ള പോസിബിലിറ്റി എന്നുള്ള പറയാം. അത് കാരണം എന്ത് ഇമ്പാക്ട് ആണ് എഫ്എസിന്റെ അത് വരാൻ ചാൻസ് ഉള്ളത്, ആ ഇമ്പാക്ട് എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി എല്ലാ റിസ്കുകളും നമ്മൾ ഇങ്ങനെ പറയണം എന്നില്ല. ചില സിറ്റുവേഷൻസിൽ നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒന്നും എഴുതാനുണ്ടാവില്ല. അപ്പൊ നമ്മൾ സിനാരിയോക്കകത്ത് തന്നേക്കുന്ന റിസ്ക് എന്താണോ അത് ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ റിസ്ക് എന്തുകൊണ്ടാണ് റിസ്ക് ആയെന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് മൂന്നാമതായിട്ട് അത് കാരണം കൊണ്ട് എന്താണോ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വന്ന് ആ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് പറയാം. ഇപ്പൊ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആവുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ഇമ്പാക്ട് പറയാം. അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ് ആണോ, ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രേഡ് റിസീവബിൾസ് ആണോ, എന്താണെന്നുള്ളത് പറയാം. പക്ഷെ ഇപ്പം ജനറൽ ആയിട്ട് പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അവിടെ ഓവറോൾ ഇമ്പാക്ട് മാത്രമായിരിക്കും പറയാൻ പറ്റുന്നുണ്ടാവുക. യു മൈ നോട്ട് ബി ഏബിൾ ടു മെൻഷൻ ദ എക്സാക്ട് ഇമ്പാക്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ ഒരു സിനാരിയോക്കകത്ത് നിങ്ങളോട് പറഞ്ഞു ഓഡിറ്റ് റിസ്ക് നിങ്ങളോട് പറയാണ് ഒരു കമ്പനി 20 മില്യൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു എന്ന്. അപ്പൊ 20 മില്യൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കയറി അവിടെ എന്ത് റിസ്ക് ആണ് വരുന്നതെന്നല്ല ആലോചിക്കേണ്ടത്. പകരം എപ്പോഴും ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ ആദ്യമേ ആലോചിച്ച് നോക്കേണ്ടത് ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു കമ്പനി 20 മില്യൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്താ ട്രീറ്റ്മെന്റ് വേണ്ടത്. എന്തായിരിക്കും? കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് സ്പ്ലിറ്റ് ചെയ്യണം. IAS 36 പ്രകാരം IAS 38 പ്രകാരം ഇൻടാഞ്ചിബിൾ അസറ്റ് പറയുന്നത് എന്താ, റിസർച്ച് എക്സ്പെൻസ് നമ്മൾ P&L എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അവിടെ എന്തായിരിക്കും തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്? വാട്ട് വിൽ ഗോ റോങ്? കമ്പനി റിസർച്ച് എക്സ്പെൻസും കൂടി ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അത് കാരണം എന്തായിരിക്കും ഇമ്പാക്ട് വരിക? ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മുടെ ഓവർ സ്റ്റേറ്റഡ് ആവും. അതേപോലെ തന്നെ എക്സ്പെൻസസ് എന്താവും? അണ്ടർ സ്റ്റേറ്റഡ് ആവും. ഇതായിരിക്കും നമ്മൾ ഇമ്പാക്ട് ഓൺ FS പറയുന്നുണ്ടാവുക. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മൾ ഓഡിറ്റ് റിസ്കിന്റെ ആൻസേഴ്സ് എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ സിനാരിയോനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും പറയാം. The company have spent 20 million on research and development. Therefore, as per IAS 38 intangible asset, all the research expenses should be expensed in the P&L, and only those development expenditures that meet the criteria for capitalization should be capitalized. പക്ഷെ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? There can be chances that company might have capitalized some of the research expenses, resulting in എന്തായിരിക്കും? ഓവർസ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആൻഡ് അണ്ടർസ്റ്റേറ്റ്മെന്റ് ഓഫ് റിലേറ്റഡ് എക്സ്പെൻസസ്. അപ്പൊ ഇതായിരിക്കും നമ്മൾ ഇമ്പാക്ട് ആയിട്ട് പറയുന്നുണ്ടാവുക. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മൾ ഓരോ ഓഡിറ്റ് റിസ്ക്കും എക്സ്പ്രസ് ചെയ്യുക. അതാണ് നമ്മൾ പറഞ്ഞ് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് വേണ്ടത്, ആ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ള കാര്യം പറയാം. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇമ്പാക്ട് എന്നുള്ളത് പറയണം. വാട്ട് വിൽ ഗോ റോങ് പറഞ്ഞതിന് ശേഷം ഇനി ഓഡിറ്റ് റിസ്ക് എഴുതിയ പോലെ തന്നെ നമ്മൾ എഴുതേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അടുത്ത് എക്സാമിന് ചോദിക്കുന്നുണ്ടാവും ഓഡിറ്റ് റെസ്പോൺസ് എന്താന്നുള്ളത്. ആസ് ആൻ ഓഡിറ്റർ നമ്മൾ നമ്മുടെ റെസ്പോൺസ് എന്താന്നുള്ളതും പറയണം. അപ്പോൾ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്യണം. അപ്പോൾ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ് ശരിക്കും ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ, ആ പ്രൊസീജിയർ എന്താന്നുള്ളത് പറയാം. പ്ലസ് നമുക്ക് അവിടെ എന്താണ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണ്ടത്, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ് വേണ്ടതെന്നുള്ള പറയാം. മൂന്നാമതായിട്ട് നമ്മൾ ഈ പ്രൊസീജിയർ ഒക്കെ പെർഫോം ചെയ്യുന്നതിന്റെ പേർപ്പസ് എന്താണോ ആ പേർപ്പസ് എന്താണെന്നുള്ളതും നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. അതായത് ഇവിടെ ഇപ്പം ഒരു കമ്പനിയുടെ എക്സ്പെൻസ് കറക്റ്റ് ആയിട്ടാണോ സ്പെൻഡ് ചെയ്തേക്കുന്നത് എന്നറിയാനായിട്ട് നമുക്ക് എന്തായിരിക്കും പ്രൊസീജിയർ ചെയ്യാൻ പറ്റുക? അവിടെ നമുക്ക് എന്തായിരിക്കും ഡോക്യുമെന്റ് വേണ്ടി വരിക? നമ്മുടെ പേർപ്പസ് എന്താണ് ആലോചിച്ച് നോക്കുക. പേർപ്പസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി എങ്ങനെയാണോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം അത് ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ പേർപ്പസ് എന്ന് പറയാം. സോ നമ്മുടെ ഡോക്യുമെന്റ് അല്ലെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാലോ എന്താണോ നമ്മൾ പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ ഓഡിറ്റ് റിസ്ക് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഡോക്യുമെന്റ് അല്ലെ ഇൻഫർമേഷൻ പറയേണ്ടത്. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എൻക്വയർ ആണോ, ഇൻസ്പെക്ട് ആണോ, ഒബ്സർവ് ആണോ, റീകാൽക്കുലേറ്റ് ആണോ, റീപെർഫോം ആണോ, നമ്മൾ എന്താണോ പ്രൊസീജിയർ പഠിച്ചിട്ടുള്ളത് അത് അക്കോർഡിംഗ്ലി പറയാം. അപ്പൊ ലോജിക്കലി ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ റിസ്ക് എന്തായിരുന്നു? കമ്പനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻഅപ്രോപ്രിയറ്റ്ലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ്.
അപ്പോൾ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തേക്കുന്നതിൽ എത്രയാണ് റിസർച്ച്, എത്രയാണ് ഡെവലപ്മെന്റ് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ചോദിക്കാം. ആ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് റിസർച്ച് ആയിട്ട് കാണിക്കേണ്ടത്, ഏതൊക്കെയാണ് ഡെവലപ്മെന്റ് ആയിട്ട് കാണിക്കേണ്ടതെന്ന്. എന്നിട്ട് നോക്കിയാൽ മതി റിസർച്ച് ആയിട്ട് കാണിക്കേണ്ടതൊക്കെ റിസർച്ച് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ, ഡെവലപ്മെന്റ് ആയിട്ട് കാണിച്ചേക്കുന്നതൊക്കെ IAS 38 പ്രകാരം കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറയാം, ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് expenditure in order to confirm whether the split between research and development expenditure has been done in accordance with IAS 38 intangible asset. Is that clear, everyone? Yes, sir. Okay. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോ ഓഡിറ്റ് റിസ്ക്കും റെസ്പോൺസസും എഴുതുന്നുണ്ടാവുക. അപ്പം റിസ്ക് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയായിരുന്നു എഴുതേണ്ടത്? ആദ്യമേ എന്താണോ സിനാരിയോയുള്ള റിസ്ക് അതിനെ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ശരിക്കും വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ അതെന്താണെന്നുള്ളത് പറയാം. വാട്ട് വിൽ ഗോ റോങ് ദെയർ, എന്താണ് അവിടെ തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയാം. വാട്ട് വിൽ ബി ദി ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതെന്താണെന്നുള്ളത് പറയാം. അതിനുശേഷം റെസ്പോൺസസ് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്നുള്ളത് പറയണം. നമുക്ക് വേണ്ടുന്ന ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ എന്താണോ അത് പറയാം. ആൻഡ് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദി പ്രൊസീജിയേഴ്സ് ദാറ്റ് യു പെർഫോം, അപ്പം പേർപ്പസ് ഓഫ് പ്രൊസീജിയർ എന്താണെന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിസ്ക് ആൻഡ് റെസ്പോൺസിന്റെ കേസിൽ നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇനി അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറെ കോമൺ ആയിട്ടുള്ള റിസ്കിനെ കുറിച്ചും റെസ്പോൺസിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സം സെറ്റ് ഓഫ് പോയിന്റ്സ്. സോ ഐ ഹാവ് ഓൾറെഡി ഷെയർഡ് യു ദ സെയിം ഫയൽ. അപ്പം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കുറെ റിസ്കുകളും അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസ്പോൺസുകളുടെ മീനിങ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പോയിന്റ്സ് പഠിച്ചതായിരുന്നു. കോമൺ ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്കുകളും അതിനെടുക്കേണ്ട റെസ്പോൺസുകളും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തത്. എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ ഓഡിറ്റ് റിസ്കിന്റെ ചെയ്തതാണ് കിറ്റിലുള്ളത്. ഐ ബിലീവ് യു ആർ വെരി മച്ച് ഫെമിലിയർ വിത്ത് ദിസ് പോയിന്റ്സ്. അതുകൊണ്ട് നമുക്ക് ഈ ഓരോ പോയിന്റ്സും വളരെ ക്വിക്ലി നമുക്ക് റിവൈസ് ചെയ്ത് പോവാം. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയാണ്, കമ്പനി കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഫാക്ടറി നടത്തുകയാണെന്ന്. നമ്മളവിടെ പഠിച്ചിരുന്നു, ഒരു കമ്പനി അവരുടെ ഫാക്ടറിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇൻവെന്ററിയുടെ എക്സാക്ട് കട്ട് ഓഫ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റാണ്ട് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻവെന്ററിയുടെ വാല്യൂ അണ്ടർസ്റ്റേറ്റഡ് ആയി പോകും, അല്ലെങ്കിൽ എന്താവും? ഓവർ സ്റ്റേറ്റഡ് ആവും നമുക്ക് പറയാം. അതേപോലെ തന്നെ അവിടെ നമുക്ക് റെസ്പോൺസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? ഓഡിറ്ററിന് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ഇൻവെന്ററിയുടെ എക്സാക്ട് ആയിട്ടുള്ള കട്ട് ഓഫ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ഇയർ എൻഡിന്റെ ഇൻവെന്ററി കൗണ്ടിന്റെ സമയത്ത് നമ്മൾ നോക്കിയാൽ മതി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന്. അല്ലെ, ഓൾട്ടർനേറ്റീവ് നമ്മൾ പഠിച്ചിരുന്നു, ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം? ഒരു എക്സ്പേർട്ടിന്റെ വർക്ക് യൂസ് ചെയ്യാം, സോ ദാറ്റ് എക്സാക്ട് വാല്യൂ ഓഫ് ഇൻവെന്ററി എത്രയാണെന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഡിറ്റർ മാനേജ്മെന്റിന്റെ പെർമിഷൻ വാങ്ങിക്കണം എന്ന് നമ്മൾ പഠിച്ചു. ഇനി ചിലപ്പോൾ നമ്മളോട് സിനാരിയോയിൽ പറയും, നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർഡർ ചെയ്തു, പക്ഷെ ഇതുവരെ നമുക്കത് റിസീവ് ചെയ്തിട്ടില്ല ബൈ ദി ഇയർ എൻഡ്. അല്ലെ നമ്മളോട് പറയും, പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർഡർ ചെയ്തു, ഹാഫ് ഓഫ് ദി പ്ലാന്റ് മാത്രമേ റിസീവ് ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇയർ എൻഡിന്റെ അന്ന് എത്രയാണോ നമ്മുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള PPE അത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ കമ്പനി പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? അത് റിസീവ് ചെയ്യുന്നതിന് മുന്നേ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ PPയുടെ വാല്യൂ ഓവർ സ്റ്റേറ്റഡ് ആവും. അപ്പൊ നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? നമ്മൾ മാനേജ്മെന്റിനോട് ഡിസ്കസ് ചെയ്യണം, നമ്മൾ ഓർഡർ ചെയ്ത പ്ലാന്റ് ആൻഡ് മെഷീനറിയൊക്കെ റിസീവ് ചെയ്തോ എന്നുള്ള കാര്യം. റിസീവ് ചെയ്തു എന്നാണ് അവർ പറയുന്നതെങ്കിൽ ഫിസിക്കലി പോയിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ പറയാം, ശരിക്കും റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അതേപോലെ തന്നെ ഓൾറെഡി ഏതൊക്കെയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി റിസീവ് ചെയ്തേക്കുന്നത് നമുക്കറിയാം. ആ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ മേലെ അവരെന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ യൂസ്. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? അവർ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തായിരിക്കും? അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അപ്രോപ്രിയറ്റ്ലി ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ ചെയ്യാൻ പറ്റുക? ഏതൊക്കെ അസറ്റ്സ് ആണോ റിസീവ് ചെയ്ത് അത് നമ്മൾ ഫിസിക്കലി ഒബ്സർവ് ചെയ്തതിനു ശേഷം ഡിപ്രിസിയേഷൻ അപ്രോപ്രിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിപ്രിസിയേഷൻ റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, ന്യൂ അസറ്റ് റിലേറ്റഡ് ഡിപ്രിസിയേഷൻ അപ്രോപ്രിയറ്റ്ലി ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാം. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ പറയാണ്, കമ്പനി ഏതെങ്കിലും പേറ്റന്റോ കോപ്പിറൈറ്റോ ട്രേഡ് മാർക്കോ ബ്രാൻഡ് നെയിമോ ഗുഡ്വില്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് വാങ്ങിച്ചു എന്ന് പറയാണ്. അപ്പൊ നമ്മൾ പറയേണ്ടത് എന്താ? ആസ് പെർ IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റ് അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവണം. എന്നിട്ട് എന്താണോ അത് അവൈലബിൾ ഫോർ യൂസ് ആവുന്നത് അന്ന് തൊട്ടിട്ട് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് നമ്മൾ അമോർട്ടൈസ് ചെയ്യുന്നുണ്ടാവണം. അവിടെ റിസ്ക് എന്തായിരിക്കും? അവർ ചെയ്തിട്ടുണ്ടാവില്ല. അതിന് അവിടെ കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? ഓഡിറ്റർ ഈ പർട്ടിക്കുലർ അസറ്റിന്റെ പർച്ചേസ് പ്രൈസ്
പർച്ചേസ് ഡോക്യുമെന്റേഷൻ വെച്ചിട്ട് റിവ്യൂ ചെയ്യണം, യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റും. എന്നിട്ട് അത് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, അമോർട്ടൈസേഷൻ ചാർജസ് കറക്റ്റ് ആയിട്ട് തന്നെ കമ്പൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ. ഇനി മോസ്റ്റ് മജോറിറ്റി ഓഫ് കേസിൽ നമുക്ക് വരാറുള്ള ഒരു പോയിന്റ് ആണ്, ഒരു കമ്പനി പുതുതായിട്ട് ലോൺ എടുത്തു എന്ന് പറയും. ഒരു ന്യൂ ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ റിസ്ക് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. പ്രൈമറി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്, ഒരു കമ്പനി ന്യൂ ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് കറന്റും നോൺ കറന്റ് ലയബിലിറ്റിയും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും, കമ്പനി ഇത് അപ്രോപ്രിയറ്റ്ലി ചെയ്തിട്ടുണ്ടാവില്ല. സോ കറന്റ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റി അണ്ടർ ഓർ ഓവർ സ്റ്റേറ്റഡ് ആവും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്ക് എന്തായിരിക്കും റെസ്പോൺസ് എടുക്കാൻ പറ്റുക, വി നീഡ് ടു റിവ്യൂ ദ സ്പ്ലിറ്റ് ബിറ്റ്വീൻ കറന്റ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റി. കറന്റും നോൺ കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള സ്പ്ലിറ്റ് നമ്മൾ നോക്കണം. എന്നിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ഡിസ്ക്ലോസേഴ്സ് ആണോ ലോൺ ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതെല്ലാം അപ്രോപ്രിയറ്റ്ലി കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ നമുക്കറിയാം അടുത്ത റിസ്ക് ആണ്, ഒരു കമ്പനി പുതിയ ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങളോട് ക്വസ്റ്റനിൽ തന്നെ പറയും ഇൻട്രസ്റ്റ് ബെയറിംഗ് ലോൺ ആണെന്ന്. അപ്പൊ ആ ലോണുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫിനാൻസ് കോസ്റ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും, കമ്പനി ഇൻട്രസ്റ്റ് ഫിനാൻസ് കോസ്റ്റ് കാണിച്ചിട്ടുണ്ടാവില്ല. സോ ഫിനാൻസ് കോസ്റ്റ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും, പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. അതെങ്ങനെയായിരിക്കും നമുക്ക് അപ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുക, കമ്പനിയുടെ ലോൺ ഡോക്യുമെന്റ്സ് നോക്കാം, എന്നിട്ട് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള കൺഫേം ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലോണിന്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം, ഇൻ അക്കോർഡൻസ് വിത്ത് ലോൺ എഗ്രിമെന്റ് പ്രകാരം തന്നെയാണോ, അതുപോലെ തന്നെ അത് അപ്രോപ്രിയറ്റ്ലി ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഇയർ എൻഡിന് സമയത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം. അതേപോലെ തന്നെ കമ്പനി അവരുടെ പേറോൾ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നു എന്ന് പറയാണ്. ഒരു കമ്പനി പേറോൾ അല്ല, അവരുടെ എന്തെങ്കിലും വർക്ക് ഔട്ട്സോഴ്സ് ചെയ്തു എന്ന് പറയാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ എൻഡ് ടു അനദർ എൻഡ്. നമ്മുടെ കമ്പനിയുടെ ഏതെങ്കിലും വർക്ക് മറ്റാർക്കെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തു, നമ്മുടെ കമ്പനി ഒരു പുതിയ അക്കൗണ്ടിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു പുതിയ ജനറൽ ലെഡ്ജർ കൊണ്ടുവന്നു, മാനുവൽ ആയിട്ടുണ്ടായിരുന്ന കമ്പനിയുടെ ഓരോ അക്കൗണ്ടിങ് സിസ്റ്റം ഓട്ടോമേറ്റഡ് ആക്കി, പുതിയൊരു സോഫ്റ്റ്വെയർ വാങ്ങി, ഇങ്ങനെ എന്ത് പറഞ്ഞാലും അവിടെ എന്തുണ്ടാവും, ദർസ് എ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ. അപ്പം എവിടെയൊക്കെ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടോ അവിടെ നിങ്ങൾക്ക് ഒരു റിസ്ക് പറയാം. അവിടെ നമ്മൾ പറയുന്ന റിസ്ക് എന്തായിരിക്കും, ഒരു കമ്പനിക്ക് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഉള്ളപ്പോൾ if adequate controls were not taken while transferring the data, there can be chances that some data might be omitted or duplicated. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക, പേറോളിലാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നുണ്ടെങ്കിൽ പേറോൾ ചാർജസ് അണ്ടർസ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവും. അപ്പൊ എപ്പോഴും ഇവിടെ ക്ലിയർലി നോക്കുക, നേരെ കയറി പറയരുത് ഒമിഷനിലെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുമെന്ന്. നിങ്ങൾ കൃത്യം പറയാം, ഇഫ് ട്രാൻസ്ഫർ കൺട്രോൾസ് വെർ നോട്ട് ആഡിക്വറ്റ്ലി ടേക്കൺ, അപ്പോഴാണ് ഒമിഷൻ ഓർ ഡ്യൂപ്ലിക്കേഷൻ വരിക. അവിടെ റെസ്പോൺസ് ആയിട്ട് എന്തായിരിക്കും എടുക്കാൻ പറ്റുക, നമുക്ക് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെ കൺട്രോൾസ് ആണ് അവരെടുത്തേക്കുന്നത് വൈൽ ട്രാൻസ്ഫറിംഗ് ദ ഡേറ്റ ടു എൻഷുർ കംപ്ലീറ്റ്നെസ് ആൻഡ് ആക്യുറസി ഓഫ് ദി ട്രാൻസ്ഫർ ഡേറ്റ. ഇഫ് പോസിബിൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചെയ്യാൻ പറയാം. അതേപോലെ തന്നെ ഒരു കമ്പനി അവരുടെ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രണ്ടാമത്തെ റിസ്ക് ആണ്, ഓഡിറ്ററായി നമുക്ക് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ആ വർക്കിനെ ബേസ് ചെയ്ത് ക്ലയന്റ് കമ്പനിയിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും, there can be chances of having detection risk in that case. അപ്പം ആ ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം. അവിടെ എടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും, ഓഡിറ്റർ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം എത്രത്തോളം റെക്കോർഡ്സ് ആണ് ഔട്ട്സോഴ്സ് ചെയ്തേക്കുന്നത്, അതിന് എത്രത്തോളം റെക്കോർഡ്സ് ആണ് ഇവർ കീപ്പ് ചെയ്യുന്നത് നോക്കുക, സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടുമെന്ന് അറിയാൻ. ഇഫ് നോട്ട് വി നീഡ് ടു കോൺടാക്ട് സർവീസ് ഓർഗനൈസേഷൻ. എന്നിട്ട് സർവീസ് എൻറ്റിറ്റിയുടെ ഓഡിറ്ററിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സർവീസ് എൻറ്റിറ്റിയുടെ ലെവൽ ഓഫ് കൺട്രോൾസിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് ഒബ്റ്റൈൻ ചെയ്യണം. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ ഇയർ എൻഡിന്റെ സമയത്ത് റീവാല്യൂ ചെയ്തു എന്ന് പറയാണ്. സോ ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ റീവാലുവേഷൻ നമുക്കറിയാം, ഇറ്റ് ഷുഡ് ബി ക്യാരി ഔട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് IAS 16 PP. And if whole class of assets is not revalued, or if revaluation is not done consistently, there can be chances that value of asset എന്താവും, അണ്ടർ അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവും. റെസ്പോൺസ് ആയിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക, ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം മാനേജ്മെന്റോട് ഡിസ്കസ് ചെയ്യാൻ എന്ത് റാഷണലിന്റെ ബേസിസിലാണ് അവർ റീവാലുവേഷൻ നടത്തിയേക്കുന്നത്, എന്നിട്ട് റീസണബിൾ ആണോ, ഇൻ അക്കോർഡൻസ് വിത്ത് IAS 16 ആണോ നോക്കുക. അല്ലെങ്കിൽ മാനേജ്മെന്റുമായിട്ട് അവർ അഡോപ്റ്റ് ചെയ്തേക്കുന്ന പ്രോസസ് എന്താണോ അത് ഡിസ്കസ് ചെയ്യുക, IAS 16 പ്രകാരം തന്നെയാണോ അത് ചെയ്തേക്കുന്നത് അറിയാൻ. ഇനി നമ്മളോട് പറയാണ് ആസ് കമ്പയർഡ് വിത്ത് ദ പ്രയർ ഇയർ റിസീവബിൾസ് വളരെയധികം കൂടിയെന്ന് പറഞ്ഞു. സോ ഇൻ കേസ് ഇഫ് ദർ ഈസ് സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് റിസീവബിൾസ്, നമുക്ക് അവിടെ പറയാൻ പറ്റുന്നത് എന്തായിരിക്കും, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിനുള്ള പോസിബിലിറ്റി കൂടും. അപ്പൊ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താ, ഒന്നെങ്കിൽ അലവൻസ് ഫോർ റിസീവബിൾസ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യണം. റിസ്ക് എന്തായിരിക്കും, കമ്പനി ഈദർ ഓഫ് ദാറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും, റിസീവബിൾസ് ഓവർ സ്റ്റേറ്റഡ് ആവും, എക്സ്പെൻസസ് അണ്ടർ സ്റ്റേറ്റഡ് ആവും. ആൻഡ് അതിന്റെ റെസ്പോൺസ് എന്തായിരിക്കും, നമ്മൾ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള
പോസ്റ്റ് ഇയർ എൻഡ് ക്യാഷ് റെസിപ്റ്റ്സ് ടെസ്റ്റിംഗ് നടത്തണം. ഇയർ എൻഡിന് ശേഷം ക്യാഷ് റെസിപ്റ്റ്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ ഏജ് റിസീവ്ഡ്സ് ലെഡ്ജർ നമ്മൾ റിവ്യൂ ചെയ്യണം. അലവൻസിന്റെ ആഡിക്വസി എന്തൊക്കെയാണോ ആ അലവൻസിന്റെ ആഡിക്വസി എന്താണെന്നുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ഇനി അതേപോലെ തന്നെ നമ്മളോട് പറയാണ്, കമ്പനി ഏതെങ്കിലും എംപ്ലോയീസിനെ റിഡൻഡന്റ് ആക്കി, കമ്പനിക്ക് എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കേസ് ഉണ്ട്, കമ്പനി എന്തിന്റെ ഒരു ക്യാഷ് കൊടുക്കാനുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിനാരിയോയിൽ പറയുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? There can be chances of having a probable future cash outflow for the company. കമ്പനിക്ക് ഒരു പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യണം? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? കമ്പനി ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും, സോറി ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും, പ്രൊവിഷൻ അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. നമുക്ക് എന്തായിരിക്കും റെസ്പോൺസ് എടുക്കാൻ പറ്റുക? നമ്മൾ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം അവര് എന്ത് റാഷണലിന്റെ ബേസിസിലാണ് റിഡൻഡൻസി പ്രൊവിഷൻ എടുത്തേക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ അവർ പ്രൊവിഷൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് അത് റീസണബിൾ ആണോ ആൻഡ് വെദർ ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് IAS 37 പ്രൊവിഷൻ കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് കണ്ടിജന്റ് അസറ്റ് പ്രകാരം തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ പറയുക. ഇനി നമ്മളോട് ക്വസ്റ്റനിൽ പറയാണ്, നമ്മുടെ കമ്പനിയുടെ ഗുഡ്സ് ട്രാൻസിറ്റിലാണ്, ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് ഗുഡ്സ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പം നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു നോക്കണം, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സെയിൽ നടത്തിയ ഗുഡ്സ് ആണോ പർച്ചേസ് ചെയ്ത ഗുഡ്സ് ആണോ എന്ന് കൃത്യം സിനാരിയോ പ്രകാരം വായിച്ചു നോക്കുക. സെയിൽ നടത്തിയ ഗുഡ്സ് ആണ് ട്രാൻസിറ്റിലുള്ളതെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പറയേണ്ടതായിരിക്കും നമ്മുടെ സെയിലും അതേപോലെ തന്നെ റിസീവബിൾസും ഇൻവെന്ററിയും അണ്ടർ ഓർ ഓവർ സ്റ്റേറ്റഡ് ആയി പോകും. ഓൺ ദ അതർ ഹാൻഡ് പർച്ചേസ് നടത്തിയ ഗുഡ്സ് ആണ് ട്രാൻസിറ്റിലുള്ളത്. അപ്പൊ ഏതായിരിക്കും? നമ്മുടെ പർച്ചേസും പേയബിൾസും അതേപോലെ തന്നെ ഇൻവെന്ററിയും അണ്ടർ അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവും. അതേപോലെ തന്നെ നമുക്ക് അവിടെ കൊടുക്കാൻ വരുന്ന റെസ്പോൺസ് എന്തായിരിക്കും? ഓഡിറ്റർ കട്ട് ഓഫ് ടെസ്റ്റിംഗ് നടത്തേണ്ടതായിട്ട് വരും. അവിടെ കട്ട് ഓഫ് ടെസ്റ്റിംഗ് നടത്തിയിട്ട് GRN ബിഫോർ ദി ഇയർ എൻഡും ആഫ്റ്റർ ദി ഇയർ എൻഡും ഉള്ളത് നോക്കുക. എന്നിട്ട് അപ്രോപ്രിയറ്റ്ലി അത് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക, കംപ്ലീറ്റ് ആണോ ആക്യുറേറ്റ് ആണോ എന്ന് അറിയാൻ. ഇപ്പൊ സെയിലിന്റെ കേസിലാണെങ്കിൽ GRന് പകരം ഏത് പറയാ? GDN സാമ്പിൾ ഓഫ് GDN എടുത്ത് കട്ട് ഓഫ് ടെസ്റ്റിംഗ് ചെയ്യാൻ പറയാം. കറണ്ട് ഇയറിലെയും പോസ്റ്റ് ഇയറിലെയും GDN കറക്റ്റ് അക്കൗണ്ടിംഗ് പീരീഡ് തന്നെ കാണിച്ചിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ പറയാം. ഇനി നമ്മളോട് ക്വസ്റ്റനിൽ പറയാണ്, കമ്പനിയുടെ ഏതെങ്കിലുമൊക്കെ എക്സ്പെൻഡിച്ചർ നടത്തി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രോഡക്ട്സ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞാണ് ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റ്. നമ്മൾ നമ്മുടെ കമ്പനിയുടെ റിസർച്ച് എക്സ്പെൻസ് എല്ലാം P&L കാണിക്കണം. ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ റിസ്ക് എന്തായിരിക്കും? കമ്പനി ഇൻകറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കും? റിസർച്ച് എക്സ്പെൻസ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യും. സോ ഇൻടാഞ്ചിബിൾ അസറ്റ് മൈറ്റ് ബി ഓവർ സ്റ്റേറ്റഡ്, എക്സ്പെൻസസ് എന്താവും? അണ്ടർ സ്റ്റേറ്റഡ് ആവും. അതിന് റെസ്പോൺസ് എന്തായിരിക്കും? നമ്മൾ എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ ഒബ്ടൈൻ ചെയ്യുക, സ്പ്ലിറ്റ് ബിറ്റ്വീൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ആസ് പെർ IAS 88 പ്രകാരം തന്നെയാണോ ചെയ്തേക്കുന്നതെന്ന് കൺഫേം ചെയ്യാൻ പറയാം. ഇനി നിങ്ങളോട് സിനാരിയോയിൽ പറയാണ്, കമ്പനി എന്തെങ്കിലും ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു, സീനിയർ മാനേജ്മെന്റിന് ബോണസ് കൊടുക്കുന്നത് സെയിൽസിന്റെ ബേസിസിലാണെന്ന് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്ത് പറയാം? സെയിൽസ് കട്ട് ഓഫ് എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കമ്പനി ഇന്റൻഷനലി സെയിൽസ് കൂട്ടി കാണിക്കാൻ ശ്രമിക്കും എന്നുള്ളത് പറയാം. അപ്പൊ അതിന്റെ റെസ്പോൺസും എന്തായിരിക്കും? സെയിൽസ് കട്ട് ഓഫ് ടെസ്റ്റിംഗ് നടത്തണം, പോസ്റ്റ് ഇയർ എൻഡിൽ കോൺട്രാക്ട് എന്തെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം എന്നുള്ളതായിരിക്കും. ഓൺ ദ അതർ ഹാൻഡ് നിങ്ങളോട് പറയാണ്, ബോണസ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ബോണസ് കൊടുക്കുന്നത് ഇയർ എൻഡ് ടോട്ടൽ അസറ്റിന്റെയോ പ്രോഫിറ്റിന്റെയോ ബേസിസിലാണെന്ന് പറയാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? ടോട്ടൽ അസറ്റിന്റെ ബേസിസിലാണെങ്കിൽ ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ടോട്ടൽ അസറ്റ് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഓവർ സ്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇൻ കേസ് എങ്ങാനും അവിടെ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയുടെ ബോണസ് കൊടുക്കുന്നത് പ്രോഫിറ്റിന്റെ ബേസിസിലാണെങ്കിലോ പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് പറയുക. ആൻഡ് അവിടെ നിങ്ങൾ റെസ്പോൺസ് ആയിട്ട് കൊടുക്കേണ്ട ഇതായിരിക്കും, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ജഡ്ജ്മെന്റൽ ഡിസിഷൻസ് ഉള്ള ഏരിയയുടെ മേലെ നടത്തുന്നുണ്ടാവണം. എന്നിട്ട് പ്രൊവിഷൻസിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് നമ്മൾ പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം, പ്രൊവിഷൻ അപ്രോപ്രിയറ്റ്ലി ആണോ ട്രീറ്റ് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ. അതുപോലെ തന്നെ മാനുവൽ ജേർണൽ എൻട്രി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോന്നിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കണം, അപ്രോപ്രിയറ്റ്ലി ചെയ്തിട്ടുണ്ടോ എന്നറിയാനായിട്ട്. ഇനി ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ തന്നെയാണ് കേസ്. നമ്മളോട് ഇൻ കേസ് എങ്ങാനും ക്വസ്റ്റനിൽ പറയാണ്, കമ്പനിയുടെ കുറെ റീകൺസിലേഷൻസ് കമ്പനി പെർഫോം ചെയ്തിട്ടില്ല, ബാങ്ക് റീകൺസിലേഷൻസ് ഒന്നും പെർഫോം ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ കമ്പനി ഏതെങ്കിലും റീകൺസിലേഷൻ പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? റീകൺസിലേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാ? അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ റീകൺസിലേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ആ മിസ്റ്റേക്ക് എന്താണുള്ളത് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ബാങ്ക് ബാലൻസ് ഒക്കെ അണ്ടർ അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവും. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? നമ്മൾ ഫിനാൻസ് ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യാൻ പറയണം.
അക്കൗണ്ടിങ് റീകൺസിലേഷൻസ് നടത്താനായിട്ട്. എന്നിട്ട് എല്ലാ റീകൺസിലേഷൻ ഐറ്റംസും അപ്രോപ്രിയറ്റ്ലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയാം. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ പ്രീവിയസ് ഫിനാൻസ് ഡയറക്ടർ നമ്മുടെ കമ്പനീനെ ലീവ് ചെയ്ത് പോയി എന്ന് പറയാണ്. കമ്പനി ലെഫ്റ്റ് ചെയ്തു അവരെന്തെങ്കിലും ഫ്രോഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഏതെങ്കിലും എംപ്ലോയീസ് ഫ്രോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. നമ്മൾ പറയേണ്ട ഇതാണ്, ഫെർദർ ഫ്രോഡ് ഉണ്ടോ എന്നറിയാനായിട്ട് അവർ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ടാവണം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഫ്രോഡുലന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് അപ്രോപ്രിയറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാവണം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? ഫ്രോഡ് പ്രോപ്പർലി അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് എറേഴ്സ് ഉണ്ടാവും. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? നമ്മൾ പുതിയ ഫിനാൻസ് ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ കമ്പനിയിൽ ഇപ്പം വേറെ ആരെങ്കിലും ആണ് ഫ്രോഡ് ചെയ്തിട്ട് പോയെന്ന് പറയുകയാണെങ്കിൽ ഫിനാൻസ് ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം, ഫെർദർ ഫ്രോഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ നമ്മൾ അലേർട്ട് ആയിരിക്കണം എന്ന് പറയാം, ഫ്രോഡ് അല്ലെങ്കിൽ എറർ കാരണം കൊണ്ട് മിസ്റ്റേക്സ് ഉണ്ടാവുമോ എന്ന് അറിയാൻ. ഇനി ഇയർ എൻഡിന് ശേഷം എപ്പോഴെങ്കിലും നമുക്ക് കുറെ സെയിൽസ് റിട്ടേൺ വന്നു എന്ന് പറയാണ്, അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും സെയിൽസ് റിട്ടേൺ വന്നതിനെ കുറിച്ച് നമ്മളോട് സിനാരിയോയിൽ പറയാണ്. സെയിൽസ് റിട്ടേൺ വരുമ്പോൾ നമ്മൾ അവിടെ പറയേണ്ട ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? സെയിൽസ് റിമൂവ് ചെയ്യണം, ഇൻവെന്ററി നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അതേപോലെ തന്നെ റിസീവബിൾസും റൈറ്റ് ഓഫ് ചെയ്യണം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? കമ്പനി ഇതൊന്നും അപ്രോപ്രിയറ്റ്ലി ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ സെയിൽസ് എന്താവും? ഓവർ സ്റ്റേറ്റഡ് ആവും, റിസീവബിൾസ് ഓവർ സ്റ്റേറ്റഡ് ആവും, ഇൻവെന്ററി അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും. അവിടെ എടുക്കാൻ വരുന്ന റെസ്പോൺസ് എന്തായിരിക്കും? നമ്മൾ സാമ്പിൾ ഓഫ് പോസ്റ്റ് ഇയർ ആൻഡ് സെയിൽസ് റിട്ടേൺ നമ്മൾ എടുക്കുക. എന്നിട്ട് സെയിൽസ് ഓരോന്നും റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോ, റിസീവ്സ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോ, ഇൻവെന്ററി തിരിച്ച് ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ പറയാം. ഇനി നമ്മൾ ഇൻവെന്ററി കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഇൻവെന്ററിയുടെ മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ടെന്ന് പറയാണ്. സോ വെൻ ദർ ഈസ് എ മൂവ്മെന്റ് ഓഫ് ഇൻവെന്ററി ടു ദ കമ്പനി ഓർ ഔട്ട്സൈഡ് ദ കമ്പനി വൈൽ ബി കൗണ്ടിങ് ദാറ്റ് there can be chances of having omission or duplication of the inventory. അപ്പൊ എന്ത് സംഭവിക്കും? ഇൻവെന്ററി ഒന്നെങ്കിൽ അണ്ടർസ്റ്റേറ്റഡ് ആവും, അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവും. നമുക്ക് അവിടെ റെസ്പോൺസ് ആയിട്ട് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ഫൈനൽ ഓഡിറ്റിന് സമയത്ത് നമുക്ക് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എടുക്കാം, അതുപോലെ തന്നെ ഗുഡ്സ് ഡിസ്പാച്ച് നോട്ട് എടുക്കാം. എന്നിട്ട് ഏതൊക്കെ ഇൻവെന്ററിയുടെ ആയിരുന്നു മൂവ്മെന്റ് ഉണ്ടായിരുന്നു അത് ഓരോന്നും ഇൻവെന്ററി റെക്കോർഡ്സിന്റെ അത് അപ്രോപ്രിയറ്റ്ലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓഡിറ്റ് ക്ലയന്റ് ഒരു ന്യൂ ക്ലയന്റ് ആണെന്ന് പറയാണ്. നമ്മൾ എപ്പോഴും കൂടുതൽ റിപ്പറ്റീവ് ആയിട്ട് കാണാറുള്ള റിസ്ക് ആണിത്. സോ ഒരു ന്യൂ ക്ലയന്റ് ആണ് നമ്മുടെ ക്ലയന്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? നമുക്ക് ക്ലയന്റിന്റെ അക്കൗണ്ടിങ് പോളിസിനെ കുറിച്ചോ ട്രാൻസാക്ഷനെ കുറിച്ചോ ബാലൻസിനെ കുറിച്ചോ ഒന്നും ഫെമിലിയർ ആയിരിക്കില്ല നമ്മൾ. സോ ഓട്ടോമാറ്റിക്കലി അവിടെ ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. റെസ്പോൺസ് എന്തായിരിക്കും? നമുക്കൊരു സ്യൂട്ടബിളി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഡിറ്റ് ടീമിന്റെ വർക്ക് യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് ആഡിക്വേറ്റ് ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം പ്രോപ്പർലി കമ്പനിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും റിസ്ക് ഓഫ് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. ഇനി നമ്മളോട് ക്വസ്റ്റനിൽ പറയാണ്, കമ്പനി ഒരു കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് ആണ് പെർഫോം ചെയ്യുന്നതെന്ന് പറയാണ്. സോ ഒരു കമ്പനി കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് ആണ് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഓൾവേസ് പ്രിഫറബിൾ ടു ഹാവ് ആൻ ആനുവൽ ഇൻവെന്ററി കൗണ്ട്. കാരണം അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ആൻ ഇയർ എല്ലാ ഇൻവെന്ററിയും കൗണ്ട് ചെയ്തിട്ടുണ്ടാവണം. സോ കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് റെക്കോർഡ്സ് നമ്മൾ പ്രോപ്പർലി കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻവെന്ററി റെക്കോർഡ്സ് ഒന്നെങ്കിൽ അണ്ടർ സ്റ്റേറ്റഡ് ആവും, അല്ലെങ്കിൽ എന്താവും? ഓവർ സ്റ്റേറ്റഡ് ആവും. അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് ഇതായിരിക്കും, നമ്മൾ കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ടിന്റെ റെക്കോർഡ്സിന്റെ കംപ്ലീറ്റ്നെസ് റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. എന്നിട്ട് എന്തൊക്കെ ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നടത്തിയേക്കുന്നത് എന്നുള്ളത് നോക്കുക. ഇൻവെന്ററി റെക്കോർഡ്സിനകത്ത് നടത്തിയേക്കുന്ന ഓരോ അഡ്ജസ്റ്റ്മെന്റ്സും അക്സെപ്റ്റബിൾ ആണോ എന്നറിയാനായിട്ട്. അതുപോലെ തന്നെ സെയിൽസ് റിലേറ്റഡ് ബോണസ് സ്കീമിന്റെ കാര്യം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു. കസ്റ്റമേഴ്സിന്റെ ക്രെഡിറ്റ് വർത്തിനെസ് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു റിസീവബിൾസിന്റെ സെയിം പോയിന്റ് തന്നെ ആയിരിക്കും നമ്മൾ പറയേണ്ടത്. ഇനി സപ്പോസ് എങ്ങാനും നമ്മളോട് ക്വസ്റ്റനിൽ പറയാണ്, കമ്പനിയുടെ കുറെ PPEയുടെ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് കുറെ എക്സ്പെൻസസ് സ്പെൻഡ് ആയിട്ടെന്ന് പറഞ്ഞു. സോ ഒരു കമ്പനി കുറെ എക്സ്പെൻഡിച്ചേഴ്സ് കമ്പനിയുടെ PPEക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് PPE കറക്റ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടാവണം. സോ നമുക്കറിയാം PPEയുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസസ് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. റിസ്ക് എന്തായിരിക്കും? കമ്പനി എല്ലായിടത്തും ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ PPE ഓവർ സ്റ്റേറ്റഡ് ആവും, എക്സ്പെൻസസ് അണ്ടർ സ്റ്റേറ്റഡ് ആവും. അവിടെ നമുക്ക് എന്തായിരിക്കും? സെയിം റെസ്പോൺസ് ആയിരിക്കും എടുക്കാൻ പറ്റുക. ഓഡിറ്ററിന് എന്തൊക്കെയാണോ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം ഒബ്ടൈൻ ചെയ്യുക. കറക്റ്റ് ആയിട്ട് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ സ്പ്ലിറ്റ് കാണിച്ചിട്ടുണ്ടോ നോക്കണം. ഫെർദർ ടെസ്റ്റിംഗ് നടത്തി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറയാം. ഇനി ഇൻ കേസ് എങ്ങാനും നമ്മളോട് പറയാണ് ഇൻവെന്ററി നമ്മുടെ കമ്പനിയുടെ ഡിഫറെന്റ് വെയർ ഹൗസസിലാണ് ഉള്ളതെന്ന് പറയാണ്. സോ ഇൻവെന്ററി ഡിഫറെന്റ് വെയർ ഹൗസസിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്ന ഇതായിരിക്കും,
ഓഡിറ്ററായി നമുക്ക് എല്ലാ വെയർ ഹൗസിലും ഒരേ സമയത്ത് ഇൻവെന്ററി കൗണ്ടിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും? വി വോണ്ട് ബി ഏബിൾ ടു ഒബ്റ്റെയിൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഇൻ റിലേഷൻ ടു എക്സിസ്റ്റൻസ് ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് ദി ഇൻവെന്ററി. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തായിരുന്നു റെസ്പോൺസ് എടുക്കാൻ പറ്റും? നമ്മൾ പറഞ്ഞ് ഓഡിറ്റർ നോക്കണം ഏതൊക്കെ ഇൻവെന്ററി സൈറ്റിലാണ് കൗണ്ടിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യം. അതൊന്നെങ്കിൽ എവിടെയൊക്കെയാണോ മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻവെന്ററി ഉള്ളത് അവിടെ ആയിരിക്കും കൗണ്ടിന് പോവുക, അല്ലെങ്കിൽ എവിടെയാണ് കൂടുതൽ എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അവിടെ ആയിരിക്കും പോകേണ്ടത്. അതിന് എവിടെയൊക്കെയാണ് ഓഡിറ്റർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റാത്തത് അവിടെ ഓഡിറ്റർ എന്ത് ചെയ്യുക? എത്രത്തോളം ലെവൽ ഓഫ് എക്സെപ്ഷൻ ആണ്, എത്രത്തോളം ഡിഫറൻസ് ആണുള്ളത് നോക്കുക. എന്നിട്ട് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യണം കൗണ്ട് അപ്രോപ്രിയറ്റ്ലി നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇൻ കേസ് എങ്ങാനും നമ്മൾ കമ്പനി ഡിഫറെന്റ് വെയർ ഹൗസസിലാണ് ഇൻവെന്ററി സ്റ്റോർ ചെയ്തേക്കുന്നതെന്ന് പറയാണ്. ഇൻവെന്ററി ഡിഫറെന്റ് വെയർ ഹൗസിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്തായിരിക്കും? ചില ഇൻവെന്ററി വെയർ ഹൗസസ് ഓൺ ചെയ്യുന്നത് കമ്പനി ആയിരിക്കും, ചില വെയർ ഹൗസസ് ഓൺ ചെയ്യുന്നത് തേർഡ് പാർട്ടീസ് ആയിരിക്കും. അപ്പൊ ഏതൊക്കെ വെയർ ഹൗസസ് ആണോ കമ്പനി ഓൺ ചെയ്യുന്നത് അത് മാത്രമേ നമ്മൾ PPക്ക് അത് കാണിക്കാൻ പാടുള്ളൂ. അവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്തായിരിക്കും? കമ്പനി തേർഡ് പാർട്ടിയുടെ വെയർ ഹൗസും കൂടി PPക്ക് അത് കാണിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ കമ്പനിയുടെ വെയർ ഹൗസ് ആണ് എന്നൊക്കെ പറഞ്ഞ് തേർഡ് പാർട്ടിയുടെ വെയർ ഹൗസ് കാണിക്കുമ്പോൾ കമ്പനി എന്ത് ചെയ്യില്ല? ആ വെയർ ഹൗസിന്റെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്രയാണ് കാണിക്കേണ്ടത് അത് കാണിക്കത്തില്ല. അപ്പൊ PP എന്താവും? ഓവർ സ്റ്റേറ്റഡ് ആവും. ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് എന്താവും? അണ്ടർ സ്റ്റേറ്റഡ് ആവും. അതിന്റെ റെസ്പോൺസ് എന്തായിരിക്കും? ഓഡിറ്റർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് റിവ്യൂ ചെയ്യണം PPയുടെ ഓരോ വാല്യൂസും കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട്. സോ ഓഡിറ്റർ എന്ത് ചെയ്യുക? നോൺ കറന്റ് അസറ്റ് ഓവർ സ്റ്റേറ്റഡ് അല്ല എന്ന് എൻഷുർ ചെയ്യാൻ കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള PP മാത്രമാണ് കാണിച്ചേക്കുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യുക. ഇനി നമ്മൾ പറയണം അതേപോലെ തന്നെ ഡ്യൂറിങ് ദി ഇയർ കമ്പനിക്ക് കുറെ അസറ്റ് ഉണ്ടായിരുന്നു, കമ്പനി ആ അസറ്റ് ഒക്കെ പ്രോഫിറ്റിൽ ഡിസ്പോസ് ചെയ്തു എന്ന് പറയാണ്. സോ ആദ്യമേ നിങ്ങൾ ബേസിക് ഡിസ്പോസലിന്റെ ട്രീറ്റ്മെന്റ് പറയാം. ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? PPക്കകത്ത് നിന്ന് റിമൂവ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ എത്രയാണോ അത് P&L ഇൻക്ലൂഡ് ചെയ്യണം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? കമ്പനി കറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ അസറ്റ് കറക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ PPE ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ ഓഡിറ്ററായി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോൺ കറന്റ് അസറ്റ് രജിസ്റ്റർ റിവ്യൂ ചെയ്യണം. എന്നിട്ട് PPക്കകത്ത് നിന്ന് കറക്റ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ ഓരോന്ന് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം അത് കറക്റ്റ് ആണ് എന്ന് കൺഫേം ചെയ്യാനായിട്ട്. ഇനി അവിടെ അഡീഷണലി നമ്മൾ ഒരു റിസ്ക് കൂടെ പറയണമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പറയണം അവിടെ കമ്പനി ഏതെങ്കിലും PPE ഡിസ്പോസ് ചെയ്തു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിനാണ് ഡിസ്പോസ് ചെയ്തതെന്ന് പറയാണ്. സോ നോർമലി ഒരു കമ്പനിയുടെ ഡിപ്രിസിയേഷൻ പോളിസി അപ്രോപ്രിയേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ സിഗ്നിഫിക്കന്റ് പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ അല്ലെങ്കിൽ ലോസ് ഓൺ ഡിസ്പോസൽ വരില്ല. സോ കമ്പനിക്ക് സിഗ്നിഫിക്കന്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഓൺ ഡിസ്പോസൽ വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്തായിരിക്കും? കമ്പനിയുടെ ഡിപ്രിസിയേഷന്റെ ട്രീറ്റ്മെന്റ് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നാണ്. സോ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? ഡിപ്രിസിയേഷൻ എക്സ്പെൻസസ് അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും ഇൻ കേസ് എങ്ങാനും പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ വന്നു കഴിഞ്ഞാൽ, ലോസ് ഓൺ ഡിസ്പോസൽ വന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ എപ്പോഴായിരിക്കും വരിക? ഡിപ്രിസിയേഷൻ എക്സ്പെൻസസ് ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും സമയത്ത്. സോ കീപ് ഇറ്റ് ഇൻ മൈൻഡ്, കമ്പനിയുടെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഓവർ സ്റ്റേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ വരും. ഡിപ്രിസിയേഷൻ എക്സ്പെൻസസ് അണ്ടർ സ്റ്റേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലോസ് ഓൺ ഡിസ്പോസൽ വരും. ഇനി അതേപോലെ തന്നെ നമ്മൾ അവിടെ കൊടുക്കേണ്ട റെസ്പോൺസ് എന്തായിരിക്കും? മാനേജ്മെന്റോട്ട് ഡിസ്കസ് ചെയ്യുക എന്ത് റാഷണൽ ബേസിസിലാണ് ഡിപ്രിസിയേഷൻ പോളിസി എടുത്തേക്കുന്നത് എന്നുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക? ഡിപ്രിസിയേഷൻ പോളിസി കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ആണോ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ പോളിസി റീസണബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ സപ്പോസ് അങ്ങനെ നിങ്ങളോട് പറയാണ് ഒരു കമ്പനി ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിലെസ് ആവറേജ് പ്രോഫിറ്റ് മാർജിനിലാണ്, കമ്പനിയിൽ എന്തെങ്കിലും സ്ലോ മൂവിങ് ഇൻവെന്ററി ഉണ്ടെന്ന് പറയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് പോയിന്റ്സ് പറയാണ്. നിങ്ങൾ എപ്പോഴും അവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഇഫ് സംതിങ് ഈസ് മെൻഷൻഡ് ഇൻ റിലേഷൻ ടു ദ ഇൻവെന്ററി ആൻഡ് ഇൻവെന്ററി കറക്റ്റ് ആയിട്ട് IAS 2 പ്രകാരം വാലുവേഷൻ നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തായിരിക്കും പറയാൻ പറ്റുക? ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് as per IAS 2 inventory should be valued at the lower of cost or NRV, and if it is not valued appropriately value of inventory എന്താവെന്ന് പറയാ? will be overstated. അതേപോലെ തന്നെ എക്സ്പെൻസസ് എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. ആ ഒരു കേസിൽ അതായത് ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസ് കാണിക്കണത് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് റെസ്പോൺസ് എഴുതുന്നത് നമ്മൾ ഏത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോസ്റ്റ് ഓർ NRV ടെസ്റ്റിംഗ് അണ്ടർടേക്ക് ചെയ്യാൻ പറയാം. ലൈൻ ബൈ ലൈൻ ബേസിസ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഇസ് ലോവറിലാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത് കൺഫേം ചെയ്യാൻ പറയാം. ആൻഡ് ലാസ്റ്റ് വണ്ണും ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ തന്നെയായിരുന്നു. സോ ഇത്രയായിരുന്നു നമ്മൾ പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
നമ്മൾ ദിവസങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ ക്വിക്ലി പറഞ്ഞു പോയത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ മക്കളെ? ഫൈൻ. അപ്പം ഈ പോയിന്റ്സ് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഫോർമാറ്റ്സിൽ ആൻസേഴ്സ് എഴുതണം എന്ന് പറഞ്ഞത്. ബട്ട് ഇൻ അഡീഷൻ ടു ഓൾ ഓഫ് ദിസ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും കൂടി പെർഫോം ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? നമ്മൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞു. സോ വെൻ വി നോ ദാറ്റ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇറ്റ്സ് എ കമ്പ്യൂട്ടേഷൻ ഓഫ് റേഷ്യോസ് അല്ലേ? റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്തിട്ട് കമ്പാരിസൺ നടത്തുന്നതിനാണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു മക്കളെ റേഷ്യോസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ്? ഏതൊക്കെ റേഷ്യോസ് ആയിരുന്നു കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. ഓക്കെ, പിന്നെ ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. പിന്നെ വേറെ ഏതാ? ഓക്കെ, റിസീവബിൾസ്. കമ്പ്യൂട്ടേഷനും റിസ്ക് വരുന്നതിനനുസരിച്ച് പറഞ്ഞു. റിസീവബിൾസ് ഡേയ്സ് ഉണ്ട്, പിന്നെ ഇൻവെന്ററി ഡേയ്സ് ഉണ്ട്, പിന്നെ ഏതായിരുന്നു? പേയബിൾസ്. ഓക്കെ, പിന്നെ ഏതാ? കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ. കറന്റ് റേഷ്യോ ഉണ്ട്, പിന്നെ ക്വിക്ക് റേഷ്യോ ഉണ്ട്. ഓക്കെ, ക്വിക്ക് റേഷ്യോ ഉണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് കവർ റേഷ്യോ, അല്ലെങ്കിൽ ഏത് പറയും നമ്മള്? ഗിയറിംഗ് പറയും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. ഇത്രയും റേഷ്യോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബട്ട് വെൻ യു കാൽക്കുലേറ്റ് ദ റേഷ്യോസ് യു നീഡ് ടു കാൽക്കുലേറ്റ് ഇറ്റ് ഫോർ ബോത്ത് ദ കറന്റ് ഇയർ ആസ് വെൽ ആസ് ഫോർ ദ പ്രീവിയസ് ഇയർ അല്ലേ? കറന്റ് ഇയർ റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്യണം, പ്രീവിയസ് ഇയറിന്റെ റേഷ്യോസും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവണം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഗ്രോസ് പ്രോഫിറ്റ് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമ്മുടെ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് 20% ആണ് ഫോർ ദ കറന്റ് ഇയർ. ആൻഡ് ഫോർ ദ പ്രീവിയസ് ഇയർ കൺസിഡർ ദാറ്റ് പ്രീവിയസ് ഇയറിന്റെ സമയത്ത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു 18% ആയിരുന്നു. ഓക്കെ, 18% ആയിരുന്നു. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമ്മുടെ കമ്പനിയുടെ കറന്റ് ഇയറിൽ മേ ബി ഒരു 18% ആണ്. ആൻഡ് പ്രീവിയസ് ഇയറിൽ അത് 18%-ന് പകരം ഒരു 15% ആയിരുന്നു. സോ നമ്മുടെ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കൂടി. അപ്പൊ നമ്മൾ അവിടെ എന്തെങ്കിലും റിസ്ക് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം എന്താ? ഡയറക്റ്റ് റിലേഷൻ ആണ്, രണ്ടും കൂടുവാണ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ റിസ്ക് ആയിട്ട് പറയുന്ന എപ്പോഴായിരുന്നു? ഇൻവേഴ്സ് റിലേഷൻ വരുന്ന സിറ്റുവേഷൻസിലായിരുന്നു. നമ്മുടെ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ പക്ഷെ കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ എന്തായിരുന്നു പോസിബിലിറ്റി പറയാ? കമ്പനിയുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ എന്തായിരുന്നു റിസ്ക് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ അല്ലേ? അതായത് ഏതൊക്കെ തമ്മിൽ മിസ്ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയാ? കോസ്റ്റ് ഓഫ് സെയിൽസിൽ കാണിക്കേണ്ടതിനെ നമ്മൾ എവിടെ കാണിച്ചിട്ടുണ്ടാവും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ അത് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? കോസ്റ്റ് ഓഫ് സെയിൽസ് അണ്ടർസ്റ്റേറ്റഡ് ആവും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഓവർസ്റ്റേറ്റഡ് ആവും. യെസ്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും റിസ്ക് പറയാ? The company's gross profit margin has been increased from 18 to 20%, but the operating profit margin has been decreased from 15% to 12%. Therefore, there can be chances that expenses that need to be included within the cost of sales might be misclassified into operating expenses, thereby leading to overstated. ഏതായിരിക്കും ഓവർസ്റ്റേറ്റഡ് ആവുക? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് and understated കോസ്റ്റ് ഓഫ് സെയിൽസ് ഉണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അതിന് കൊടുക്കാൻ വരുന്ന റെസ്പോൺസ് എന്തായിരിക്കും? അവിടെ മിസ്ക്ലാസിഫിക്കേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസ് എടുത്തിട്ട് സ്പ്ലിറ്റ് ബിറ്റ്വീൻ എക്സ്പെൻഡിച്ചേഴ്സ് കറക്റ്റ് ആണെന്നുള്ളത് റിവ്യൂ ചെയ്യാൻ പറയാം. ശരിയല്ലേ? ഓക്കെ, അടുത്ത നമ്മുടെ കമ്പനിയുടെ റിസീവബിൾസ് ഡേയ്സ്. കൺസിഡർ ദാറ്റ് ഈ വർഷം അത് 80 ഡേയ്സ് ആണ് അയക്കുന്നത്. ആൻഡ് കഴിഞ്ഞ വർഷം അതാകെ 40 ഡേയ്സ് ഉണ്ടായിരുന്നുള്ളൂ. സോ റിസീവബിൾസ് ഡേയ്സ് എന്തായി? നമ്മുടെ ഭയങ്കരമായിട്ടും കൂടി. റിസീവബിൾസ് ഡേയ്സ് കൂടി കഴിഞ്ഞാൽ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക? ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഒന്നെങ്കിൽ
അലവൻസ് year ഫോർ റിസീവബിൾസ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യണം. right of year. റിസ്ക് എന്തായിരിക്കും? കമ്പനി ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? Receivables Receipts overstated will or be overstated and expenses will be understated. understated. റെസ്പോൺസ് ചെയ്ത് തന്നെ ആയിരിക്കും പറയാ. Extended post year end Extended post. cash receipt റിവ്യൂ and aged aged receivables receivables ledger and consider the allowances allowances for receivables for receivables. ഇനി ഓൾട്ടർനേറ്റീവ് ഇനി ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഇൻവെന്ററി ഡേയ്സ് ആണ് 40 ഡേയ്സിൽ നിന്ന് 80 ഡേയ്സ് ആയത്. ഇൻവെന്ററി ഡേയ്സ് ആണ് കൂടിയെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? Slow moving or obsolete inventory now. There can be chances of having slow moving or obsolete inventory. Therefore, all those inventory have to be written down to the lower of cost or NRV. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാം? Inventory will be overstated and inventory will be overstated and related expenses will be understated. അവിടെ റെസ്പോൺസ് എന്ത് തന്നെയായിരിക്കും പറയാ? ഡീറ്റെയിൽഡ് കോസ്റ്റ് ഓർ NRV ടെസ്റ്റ് അണ്ടർടേക്ക് ചെയ്യാൻ പറയാ. ക്ലിയർ ആയോ? Yes, sir. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു പേബിൾസ് ഡേയ്സ് കൂടിയെന്ന് നോക്കുക, കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ ഒക്കെ കുറഞ്ഞോ എന്ന് നോക്കുക, ഗിയറിംഗ് റേഷ്യോ കൂടിയോ നോക്കുക. അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ റേഷ്യോസും പിക്ക് ചെയ്യണം. അങ്ങനെ എല്ലാ നെഗറ്റീവ് റേഷ്യോസും കൂടെ പിക്ക് ചെയ്തിട്ട് ഇൻ ടോട്ടൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഏത് റിസ്കും കൂടെ പറയാം? പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പറയാം. ആൻഡ് ഇൻ കേസ് ഓഫ് എനി അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ നമ്മൾ എന്താ ചെയ്യേണ്ടത്? It should have been adequately disclosed in the financial statement. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? അൺസർട്ടനിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? Financial statement disclosure misstated ആയി. റെസ്പോൺസ് എന്തായാലും നമ്മൾ പറഞ്ഞത് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂ ചെയ്യാൻ പറയാം, അത് ആഡിക്വലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ. ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ. അപ്പൊ ഇത്രയും റിസ്ക് ആയിരുന്നു നമ്മൾ പ്രൈമറി ആയിട്ട് ഇൻ ടോട്ടൽ പറഞ്ഞിരുന്നത്. അത് ഞാൻ നിങ്ങളോട് ഇമ്പോർട്ടൻ്റ്ലി ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഗ്രോസ് പ്രോഫിറ്റിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെയും മിസ്ക്ലാസിഫിക്കേഷനും ദെൻ ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റിയുടെ പോയിന്റ് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതുക. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഇൻവെന്ററി ഡേയ്സ് ആൻഡ് റിസീവൽസ് ഡേയ്സ്, അത് രണ്ടും മാത്രം എന്ത് ചെയ്യണം? സിനാരിയോക്കകത്ത് നിങ്ങൾ നോക്കണം ഇൻവെന്ററിനെ കുറിച്ച് എന്തെങ്കിലും സിനാരിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതുമായിട്ട് കമ്പൈൻ ചെയ്ത് എഴുതുക. അതേപോലെ തന്നെ റിസീവൽസ് ഡേയ്സും എന്ത് ചെയ്യുക? സിനാരിയോക്കകത്ത് റിസീവൽസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അതും കമ്പൈൻ ചെയ്ത് എഴുതുക. ക്ലിയർ ആയി മക്കളെ? ഇസ് ക്ലിയർ? പക്ക? Yes, sir. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കൺസിഡറിങ് ഓൾ ഓഫ് ദീസ് ഫാക്ട്സ് ടുഗെദർ we need to practice questions from the area of audit risk and response. അപ്പോൾ പ്രോപ്പർലി നോക്കുക, റിസ്ക് ഓരോന്നും ഐഡന്റിഫൈ ചെയ്യണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് വേണ്ടതെന്നുള്ള ആലോചിച്ച് നോക്കുക. വാട്ട് വിൽ ഗോ റോങ് ദെയർ പറയാ, ഇമ്പാക്ട് ഓൺ എഫേഴ്സ് പറയാ, റെസ്പോൺസ് പറയുന്ന സമയത്ത് നമുക്ക് വേണ്ട പ്രൊസീജിയർ എന്താണോ അത് പറയാ, നമുക്ക് അവിടെയുള്ള ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ എന്താണോ അത് പറയാ, പേർപ്പസ് ഓഫ് ദി ഇൻഫർമേഷൻ എന്താണോ അതും ക്ലിയർലി മെൻഷൻ ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഇപ്പം റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ മാത്രം ഐഡന്റിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ആൻഡ് ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എന്താണെന്നുള്ള കാര്യം അവിടെ പ്രോപ്പർലി പറയാ. പക്ഷേ നമുക്ക് അവിടെ പറയുന്ന ഈ റെസ്പോൺസ് പാർട്ടിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല, റെസ്പോൺസ് പാർട്ട് വിൽ റിമെയിൻ ദ സെയിം. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ, മാക്പേ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അത് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ്, നമ്മളോട് 2 റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അവർ 2 റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഇറ്റ് ഡസൻ മീൻ ദാറ്റ് എക്സാക്ട്ലി നിങ്ങൾ 2 റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ മതി എന്നല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഫെർദർ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ റേഷ്യോസ് വേണമെങ്കിൽ അതും കാൽക്കുലേറ്റ് ചെയ്യാം, ഇപ്പൊ നമ്മൾ പഠിച്ച പ്രകാരം. എന്നിട്ട് വേണം ആ പർട്ടിക്കുലർ റേഷ്യോസും അതേപോലെ തന്നെ സിനാരിയോയിൽ തന്നേക്കുന്ന കാര്യങ്ങളും കൂടെ വെച്ചിട്ട് റിസ്ക്കും റെസ്പോൺസും ഐഡന്റിഫൈ ചെയ്ത് എഴുതാനായിട്ട്. പക്ഷെ നിങ്ങൾ പ്രത്യേകം കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, നേരെ കയറിയിട്ട് നിങ്ങൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ വിത്തിൻ ദ സിനാരിയോ ഓൾറെഡി കുറെ റേഷ്യോസ് തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ റേഷ്യോസും സിനാരിയോയിൽ തന്നിരിക്കുന്ന റേഷ്യോസിനും പുറമെ ഏതെങ്കിലും റേഷ്യോ വേണമെങ്കിൽ മാത്രം അഡീഷണലി കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അൺനെസസറിലി ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ട് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചു തീർന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് ഒരിക്കലും ക്വസ്റ്റ്യൻ വായിക്കുന്നതിനോടൊപ്പം തന്നെ ആൻസേഴ്സ് എഴുതി പോകരുത്. ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് മാറ്റിയിട്ട് ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചു തീർത്തതിന് ശേഷം മാത്രം ആൻസേഴ്സ് എഴുതി തുടങ്ങുക.
ആൻഡ് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്ന റിസ്ക് അത് എഴുതിയാൽ മതി. ഒരിക്കലും സിനാരിയോയ്ക്കകത്തുനിന്ന് ഡയറക്റ്റ്ലി റിസ്ക് കണ്ടുപിടിക്കാൻ നോക്കരുത്. പകരം സിനാരിയോയിൽ നിങ്ങളോട് എന്താണോ പറഞ്ഞേക്കുന്നത് അതിനെ ബേസ് ചെയ്ത് ശരിക്കും വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് ആലോചിച്ച് നോക്കുക. ആൻഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റിസ്ക് എന്ന് പറയാം. മനസ്സിലായോ? ഇസ് ദ ക്ലിയർ എവരിവൺ? Yes, sir. ഓക്കെ, ഫൈൻ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പം റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തേ, അതായത് സിനാരിയോ വായിച്ചതിന് ശേഷം. അതേപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് റേഷ്യോസ് 7 ഓഡിറ്റ് റിസ്ക്കും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് റെസ്പോൺസസും ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തേ. സോ എവരിവൺ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. സോ റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്തോ? റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്ത എല്ലാവരും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കറണ്ട് ഇയറിൽ എത്രയാ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 1.8. 1.8. ഓക്കെ, ഫൈൻ. പ്രീവിയസ് ഇയറിലെയോ? 4.6. 4.6 ആണ്. ഓക്കെ. പേബിൾസ് പേയ്മെന്റ് പീരീഡ് കറണ്ട് ഇയറിൽ Current year 64. 64 ഡേയ്സ്. ഓക്കെ. പ്രീവിയസ് ഇയറിലോ? 81. ഓക്കെ, 81 ഡേയ്സ്. ഫൈൻ. സോ അപ്പൊ നമ്മളോട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 1.8%, അതേപോലെ തന്നെ 4.6% ഫോർ ദ പ്രീവിയസ് ഇയർ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. അതേപോലെ ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ പേബിൾസ് പേയ്മെന്റ് പീരീഡും കമ്പ്യൂട്ട് ചെയ്തു. 64 ഡേയ്സ് ആണ് കറണ്ട് ഇയറിൽ, പ്രീവിയസ് ഇയറിൽ 81 ഡേയ്സ് ആണ്. കറക്റ്റ് അല്ലേ? ആണോ? ഓക്കെ. സോ ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് അവർ ഓൾറെഡി ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻവെന്ററി ഡേയ്സിന്റെയും തന്നിട്ടുണ്ട്. ദാറ്റ് ഹാസ് ഓൾസോ ഇൻക്രീസ്. റിസീവ്സ് കളക്ഷൻ പീരീഡും തന്നിട്ടുണ്ട്. സോ അപ്പൊ നമുക്ക് നോക്കാം ഫ്രം ദ സിനാരിയോ. സോ ഇറ്റ് ഈസ് 1st July 2015. You are the audit supervisor at Crow & Co. and are finalizing the planning for your new audit client, MacPay Company, for the forthcoming audit for the year ending 31st July 2015. MacPay Company is a retailer of garden supplies which operates from 20 stores across the country and employs 400 staff. Audit manager has attended a meeting with the finance director and has provided you with the following notes of that meeting and financial statements extracts. Any risk here? എന്തെങ്കിലും റിസ്ക് ഉണ്ടോ സിനാരിയോയില്? New client ആണ്. നമ്മളോട് അവർ പറഞ്ഞു ഇറ്റ്സ് എ ന്യൂ ഓഡിറ്റ് ക്ലയന്റ്. സോ ന്യൂ ക്ലയന്റ് ആണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് റിസ്ക് പറയാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞത്? ഡിറ്റക്ഷൻ റിസ്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യമേ പറയാം എന്ത് കാരണം കൊണ്ട് ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവുന്നത്? Because the auditor will not be Accounting policy. client Accounting companies, policies. accounting policies, transactions and balances അല്ലെ? അപ്പൊ ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് പറയാം? ഐഡന്റിഫിക്കേഷൻ പാർട്ട് പറയാം. അത് സിനാരിയോയ്ക്ക് നേരെ ഐഡന്റിഫൈ ചെയ്താൽ മതി. MacPay Company is a new audit client for the Crow & Co. Therefore, the audit team will not be familiar with the client company's accounting policies, transactions and balances. Therefore, this might result in detection risk. ഇനി അതേപോലെ തന്നെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഓഡിറ്റ് ടീമിനെയാണ് യൂസ് ചെയ്യേണ്ടത്. അവർക്ക് സഫീഷ്യന്റ് ടൈം അലോക്കേറ്റ് ചെയ്യണം കമ്പനിയെ പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് അണ്ടർസ്റ്റാൻഡ്. പെർഫെക്റ്റ്. നമുക്ക് എന്ത് പറയാം? Crow & Company should consider using a suitably experienced audit team for the purpose of performing the audit engagement, and the audit team should also allocate sufficient time in understanding about the entity and assessing the risk of material misstatement. അതായിരിക്കും നമ്മൾ റെസ്പോൺസ് ആയിട്ട് പറയാനുള്ളത്. ഗുഡ്. ഇനി നമുക്ക് സിനാരിയോ നോക്കാം. ഡ്യൂറിംഗ് ദി ഇയർ കമ്പനി സ്പെൻഡ് 0.75 on refurbishing its stores to improve the customer experience. All of these expenditures has been recognized in the statement of financial position as property, plant and equipment. In addition, company also installed a new sales system during the year which records all sales and receivables. The system enables daily sales from each store to be automatically reported to the centralized financial department at the end of each working day. As the system is from a market leading provider, it was not felt necessary to run old and new system in parallel. Customers are able to pay for the goods using either cash or credit card. At the end of the working day, stores manager generates a report from each cash register, which confirms the cash takings. The cash is then counted and compared to the report. Since the new sales system was installed,
Head office now receives daily cash taking reports, which will have shown an increasing number of cash shortages at each store. These differences have not been investigated or reconciled on the basis that they have only been small amounts. പറയും എന്തൊക്കെ ഇഷ്യൂസ് ഉള്ളത്? സ്റ്റോർ റീഫർബിഷ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്ത എക്സ്പെൻസ് മുഴുവൻ ക്യാപിറ്റലൈസ് ചെയ്തു എന്നാ പറഞ്ഞു. ഓക്കെ, ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? റവന്യൂ നാച്ചുറലുള്ളത് P&L എക്സ്പെൻസ് ചെയ്യണം, ക്യാപിറ്റൽ നാച്ചുറലുള്ളത് ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റലൈസ് ചെയ്യണം. ഓക്കെ, ഇവിടെ അവരെന്ത് ചെയ്തു? മൊത്തം ക്യാപിറ്റലൈസ് ചെയ്തു. അപ്പൊ എന്തായിരിക്കും റിസ്ക്? PPE ഓവർ സ്റ്റേറ്റഡ് ആയിട്ടുണ്ടാവും, റിലേറ്റഡ് എക്സ്പെൻസസ് അണ്ടർ സ്റ്റേറ്റഡ് ആവും. പെർഫെക്റ്റ്, അതായിരിക്കും നമ്മൾ പറയാ. അപ്പൊ നമ്മൾ എന്ത് പറയാ? ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ the company has spent 0.75 on refurbishing its stores to improve the customer experience. Therefore, as per IAS 16 PPE, all the expenditures that are of capital nature should only be capitalized within the PPE, and all other expenses should be expensed in the P&L. However, during the current year, company have capitalized the whole 0.75 million spent on refurbishment. Therefore, there can be chances that some of the revenue expenditures might also be capitalized, leading to overstated PPE and understated related expenses. നമുക്ക് എന്തായിരിക്കും റെസ്പോൺസ് കൊടുക്കാൻ പറ്റുക? കറക്റ്റ് സ്പ്ലിറ്റ് ഒബ്റ്റൈൻ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസസ്. Obtain the breakdown of expenditures spent on refurbishment and review the expenditures that have been capitalized in order to confirm whether all the expenses relate to capital nature as per IAS 16 PPE. Clear അല്ലേ? Okay. Yes, sir. അടുത്ത ഇഷ്യൂ എന്താ മക്കളെ? അടുത്ത ഇഷ്യൂ എന്താ? ന്യൂ സെയിൽസ് സിസ്റ്റം. ന്യൂ സെയിൽസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനെന്താ പ്രശ്നം? ഓൾഡ് സിസ്റ്റം ആയിട്ട് പാരലൽ ആയിട്ട് അവര് പുതിയ സെയിൽസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓൾഡ് സിസ്റ്റവും ന്യൂ സിസ്റ്റവും അവർ എന്ത് ചെയ്യുന്നുമില്ല, പാരലായിട്ട് റൺ ചെയ്യുന്നുമില്ല. അപ്പം ഓൾഡ് സിസ്റ്റത്തിൽ നിന്ന് ന്യൂ സിസ്റ്റത്തിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും പോസിബിലിറ്റി ഉണ്ടാവുക? ഒമിഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ. അത് ഡയറക്ട്ലി പറയാവോ? അതിന് മുന്നേ എന്ത് പറയണം? adequate controls If adequate controls were not taken while transferring data, അവിടെ എന്തുണ്ടാവും എന്ന് പറയാം നമുക്ക്? ഒമിഷൻ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ ഉണ്ടാവും. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? സെയിൽസിന്റെ എമൗണ്ട് ഒന്നെങ്കിൽ എന്താവും? അണ്ടർസ്റ്റേറ്റഡ് ആവും, അല്ലെങ്കിൽ എന്താവും? ഓവർ സ്റ്റേറ്റഡ് ആവും അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് പറയാ? ദ കമ്പനി കമ്പനിയുടെ പേര് വെച്ച് തന്നെ പറയാ. നമ്മുടെ കമ്പനിയുടെ പേര് എന്തായിരുന്നു? മാക്പൈ കമ്പനി. മാക്പൈ കമ്പനി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് a new sales system during the year which records all the sales and receivables, and there's a transfer of information from the old system to the new system. Therefore, adequate controls have to be taken while transferring the data, and if not, there can be chances of having omission or duplication of data, which will result in understatement of or overstatement of sales and receivables balance. അതിന് കൊടുക്കാൻ വരുന്ന റെസ്പോൺസ് എന്തായിരിക്കും? എന്തായിരിക്കും? ആസ് യൂഷ്വൽ നമ്മൾ പറയാറുള്ളത് എന്തായിരുന്നു? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ കൺട്രോൾസ് വിച്ച് ദേ ഹാവ് taken while transferring the data from the old system to the new system in order to confirm whether the data transfer are complete and accurate, and if possible perform test of controls to ensure the effectiveness of the controls. പഠിച്ചല്ലായിരുന്നോ? പെർഫെക്റ്റ്. ഇനി അടുത്ത ഇഷ്യൂ എന്താ മക്കളെ? ഓവർ ഹിയർ എന്താ വേറെ പ്രശ്നം? ക്യാഷ് ഷോർട്ടേജ് വരുന്നുണ്ട്. സോറി, ക്യാഷ് ഷോർട്ടേജ് ഉണ്ട്. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? അവര് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ടാണ് എമൗണ്ട് വാങ്ങിക്കുന്നത്, അല്ലെങ്കിലോ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ആയിട്ടാണ് വാങ്ങിക്കുന്നത്. ക്യാഷ് ആയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ക്യാഷ് രജിസ്റ്റേഴ്സിൽ കാണിച്ചേക്കുന്ന എമൗണ്ടും ക്യാഷ് ആയിട്ട് ഇരിക്കുന്നതും തമ്മിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ക്യാഷ് കൗണ്ട് ചെയ്ത് നോക്കി തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അവരെന്താ ചെയ്തേക്കുന്നത്? ആ ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഐഡന്റിഫൈ ചെയ്തിട്ട് ഇല്ല. അതിന് കാരണം എന്താ അവർ പറഞ്ഞേക്കുന്നത്? ഡിഫറൻസ് എല്ലാം ചെറിയ ചെറിയ എമൗണ്ട് ആണ്, അതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇസ് ദാറ്റ് അപ്രോപ്രിയേറ്റ്? അല്ല, അവിടെ തെഫ്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവിടെ തെഫ്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫ്രോഡുലന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ആ ബാലൻസ് ശരിക്കും ഇമ്മെറ്റീരിയൽ ആണോ? അല്ല. ഓരോ കൗണ്ടിനുമാണ് അവർ പറഞ്ഞ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവുന്നു എന്നുള്ളത്. ഒരു വർഷം വന്നു കഴിയുമ്പോഴത്തേനും ആ
ചെറിയ ചെറിയ മിസ്റ്റേക്ക് എല്ലാം കൂടെ ക്യുമുലേറ്റ് ആയി കഴിയുമ്പോഴത്തേന് എന്താവും? ഒരു മെറ്റീരിയൽ മിസ്റ്റേക്ക് ആയി മാറും. സോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് അൺഅഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കുന്ന പോലെയാവും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താവും? മിസ്സ്റ്റേറ്റഡ് ആവും. ശരിയല്ലേ? അപ്പൊ അതാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും പറയേണ്ടത്? നിങ്ങൾ പറയാ, ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ the stores manager generates a report and confirms that there are immaterial differences between the cash counted compared to the report, and however the company have not investigated the case considering that the amount involved is very small. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? അത്ര ഐഡന്റിഫിക്കേഷൻ പാർട്ട് പറഞ്ഞു. ഇനി എന്താ പറയേണ്ടത്? however there can be chances that in case if the cumulated amount of this immaterial differences are taken, then they might represent a material mistake in the company's financial statements due to fraudulent transaction resulted in material mistakes in the company's financial statements. Response എന്തായിരിക്കും പറയാൻ പറ്റുക അവിടെ? റീകൺസൈൽ ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. Auditor should discuss the matter with the finance director. Balances after investing in the end, what are throughout the audit, auditor should consider maintaining professional skepticism and being alert. Clear? Any, the company has number of corporate customers who buy goods on 90 days credit term, and the level of receivables which are overdue for payment has increased from the prior year. However, finance director has said that she does not intend to make any further allowance for receivables as overdue payments are becoming common in the industry. The payables ledger clerk has carried out supplier statement reconciliation during the year. Number of instances supplier statements have shown a balance owing to the company is higher than the balance on the list of individual supplier balances. This difference have been included as a reconciling item on the supplier statement reconciliation by the payables ledger clerk, but no further work has been performed on these differences. എന്തായിരിക്കും നമുക്ക് അവിടെ പറയാൻ പറ്റുന്നത്? എന്തൊക്കെ റിസ്ക് ആയിരിക്കും ഇവിടെ ഉള്ളത്? എന്തൊക്കെ മക്കളെ റിസ്ക്? റിസീവബിൾസ് ഡേയ്സ് കൂടിയിട്ടും അലവൻസസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, റിസീവബിൾസ് ഡേയ്സ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു? കുറച്ച് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടാനായിട്ടുള്ളത് കൂടി എന്ന് പറഞ്ഞു. റിസീവബിൾസ് ബാലൻസ് ഓവർ ഡ്യൂ ആണ് കമ്പയർഡ് വിത്ത് പ്രയർ ഇയർ എന്ന് പറഞ്ഞു. അവർ ഫെർദർ അലവൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ റിസീവബിൾസ് ഡേയ്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കൂട്ടിക്കൂടെ? സോറി, അവർ തന്നത് നമുക്ക് കൺസിഡർ ചെയ്തൂടെ? നമുക്ക് എന്ത് പറയാം? റിസീവബിൾസ് കളക്ഷൻ ഡേയ്സ് ഹാസ് ബീൻ ഇൻക്രീസ് ഫ്രം 101 days to 149 days. In addition to which, some of the corporate customers' balances are still outstanding as compared with that of the prior year. Therefore, there can be chances of having bad and doubtful debts for the company, for which adequate allowances for receivables have to be created. But the company is not intending to create additional allowance for receivables during the current year, which might result in overstated receivables and understated expenses. അവിടെ നമുക്ക് എന്തായിരിക്കും റെസ്പോൺസ് കൊടുക്കാൻ പറ്റുക? എന്തായിരിക്കും മക്കളെ? എന്ത് കാരണം കൊണ്ടാണ് അലവൻസ് ഫോർ റിസീവബിൾസ് ഇൻക്രീസ് ചെയ്യാത്തതെന്നുള്ള റാഷണൽ മാനേജ്മെന്റിനോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ പോലെ അത് റീസണബിൾ ആണോ എന്ന് അറിയാൻ? അതല്ലേ ഇവിടുത്തെ ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദേ ഹാവ് നോട്ട് intended to create additional allowance for receivables. Consider whether it is reasonable. Clear? Yes, sir. അടുത്തെന്താ മക്കളെ? അടുത്തെന്താ പ്രശ്നം? പേബിൾസ് ലെഡ്ജറും സപ്ലയർ പേബിൾസ് ലെഡ്ജർ ക്ലർക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് സപ്ലയർ സ്റ്റേറ്റ്മെന്റ് റീകൺസിലേഷൻ പെർഫോം ചെയ്തു. പക്ഷെ സപ്ലയർ സ്റ്റേറ്റ്മെന്റും സപ്ലയർ ബാലൻസസും തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് പക്ഷെ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫർദർ വർക്ക് ഒന്നും പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റീകൺസിലേഷൻ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അൺറീകൺസൈൽഡ് ആയിട്ട് കാണിച്ചിട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇത് അപ്രോപ്രിയേറ്റ് ആണോ ഇവിടെ? അല്ല. ഇവിടെ നമ്മുടെ പേബിൾസ് ഡേയ്സിന്റെ അകത്ത് എന്തായിരുന്നു ചേഞ്ച് വന്നത്? പേബിൾസ് ഡേയ്സ് കമ്പയർഡ് വിത്ത് പ്രയർ ഇയർ കുറയുവാണ് ചെയ്തേക്കുന്നത് അല്ലേ? അങ്ങനെ ആയിരിക്കുമോ സംഭവിക്കുന്നുണ്ടാവുക? ആണോ? അല്ല. പേബിൾസ് ഡേയ്സ് ഇവിടെ എന്തായിരിക്കാം? ചിലപ്പം മിസ്റ്റേറ്റഡ് ആയിരിക്കാം അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കമ്പനിയുടെ കോസ്റ്റ് ഓഫ് സെയിൽസും കുറഞ്ഞ പോലെയാണ് കാണിച്ചേക്കുന്നത്. സോ അവിടെ പേബിൾസ് ഡേയ്സും കോസ്റ്റ് ഓഫ് സെയിൽസും എന്തായിരിക്കും? മിസ്റ്റേറ്റഡ് ആയിരിക്കാം. കാരണം എന്താണ്? അവർ കറക്റ്റ് ആയിട്ട്
ആ സപ്ലൈ സ്റ്റേറ്റ്മെന്റിനകത്തുള്ള എമൗണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. ശരിയല്ലേ? അപ്പൊ നമുക്ക് അവിടെ എന്തായിരിക്കും പറയാൻ പറ്റുക? നിങ്ങൾ പറയാ ദ പേബിൾസ് പേയ്മെന്റ് പീരീഡ് ഹാസ് ബീൻ ഇൻക്രീസ് ഫ്രം 81 days to 64 days. In addition, the payables clerk has carried out supply statement reconciliation during the current year. However, this balance has not been however, the differences in the balances have not been properly investigated and adjusted. Therefore, there can be chances that if the reconciling item is not appropriately investigated and treated in the company's financial statements, might result in material mistakes. Clear? Okay. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. നമുക്ക് എന്ത് പറയാം? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിസ്കസ് വിത്ത് ദ ഫിനാൻസ് ഡയറക്ടർ about the to appropriately adjusted in the supply statement reconciliations. Clear ആയോ? ക്ലിയർ ആയി മക്കളെ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് പറയാ? സർ വോയിസ് ബ്രേക്ക് ആയിരുന്നു സർ. ഓക്കെ, സോ ഒന്നുകൂടി പറയാം. നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറയാ, you can review the supplier statement reconciliation and you can discuss with the payables ledger clerk why they have not appropriately adjusted and investigated the differences further and request them to make appropriate adjustment in the company's supplier accounts എന്നുള്ളത് പറയാം. ഇനി നെക്സ്റ്റ് നോക്കേ. It has been discovered that the soil relating to a batch of plants with a cost of 0.1 million is contaminated, meaning that the plants may not be able to be sold. Tests are currently being carried out to determine whether the contamination can be remedied. The report to the management issued following the 2014 audit indicated a significant number of deficiencies noted in the payable cycle of the business. എന്തായിരിക്കും നമുക്ക് അഡീഷണൽ പറയാൻ പറ്റുന്നത്? എന്തായിരിക്കും റിസ്ക്? 0.1 million പ്ലാന്റ് അവിടെ കണ്ടാമിനേറ്റഡ് ആയി എന്ന് പറഞ്ഞു. സോയിൽ കണ്ടാമിനേറ്റഡ് ആയ കാരണം കൊണ്ട് പ്ലാന്റ് പോയി എന്ന് പറഞ്ഞു. അത് ഇനി സെല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇനി അതെന്തായിരിക്കും ചെയ്യാൻ പറ്റുക? റൈറ്റ് ഓഫ് ചെയ്യണം ടു ദ ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. അതായത് NRV അപ്പൊ എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെ അവിടെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറെ പോയിന്റ് ഏതാ ഉള്ളത്? ഇൻവെന്ററി ഡേയ്സ് കൂടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇൻവെന്ററി ഡേയ്സിന്റെ വെച്ചിട്ടും പറയാം. ഇൻവെന്ററി ഡേയ്സ് 28 days 54 days ആയി. അപ്പൊ നിങ്ങൾ എന്ത് പറയാ? ഇൻവെന്ററി ഡേയ്സ് ഹാസ് ബീൻ ഇൻക്രീസ് ഫ്രം 28 days to 54 days. And in addition, some of the plants costing 0.1 million cannot be sold further. Therefore, this represents a possibility of having slow-moving or obsolete inventory in the company's warehouse, which need to be written down to the lower of cost of NRV. And there can be chances that it might not have been done appropriately, resulting in overstated inventory and understated related expenses. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? Detailed testing. Detailed NRV testing need to be undertaken in order to confirm whether the goods have been recorded at the lower of cost or NRV on line by line basis. അല്ലേ? ഇനി വേറെ നമുക്ക് ഇഷ്യൂ ഉള്ളത്? വേറെ ഇഷ്യൂ? നിങ്ങളോട് പറഞ്ഞു പേറോൾ സൈക്കിളിൻ്റെ അകത്ത് കുറെ ഡെഫിഷ്യൻസീസ് ഉണ്ടെന്ന്. അതായത് കമ്പനിയുടെ പേറോൾ റിലേറ്റഡ് കൺട്രോൾസ് വീക്ക് ആണെന്ന് പറഞ്ഞു. സോ കമ്പനിയുടെ പേറോൾ റിലേറ്റഡ് കൺട്രോൾസ് വീക്ക് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്തായിരിക്കും? There can be chances of having fraudulent transactions and errors in relation to the payroll expenses recognized, which would result in material mistakes in the payroll balances. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റിന് സമയത്ത് ഉണ്ടെന്നല്ലേ പറഞ്ഞു. അവിടെ നമ്മൾ റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ടാവില്ലേ? അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പോലെ നമുക്ക്. ഓക്കെ, അവിടെ ഇപ്പൊ എന്ത് പറയാ? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് വെദർ ദ പേറോൾ കൺട്രോൾസ് recommended by the auditor after the prior year audit has been implemented or not, and if possible perform the test of controls to ensure the effectiveness of the controls. Clear ആയോ?
അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പ്രയർ ഇയർ നമ്മൾ കൊടുത്ത റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോന്ന് നമുക്കത് അറിയാനായിട്ട് എന്ത് ചെയ്യാൻ പറയാം, ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചെയ്ത് നോക്കാൻ പറയാം. ഇനി അഡീഷണലി നമുക്കൊരു റേഷ്യോയും കൊണ്ടാണ് പിക്ക് ചെയ്യാനായിട്ടുള്ളത്, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. ഡയറക്റ്റ് റിലേഷൻ ആണോ ഇൻവേഴ്സ് റിലേഷൻ ആണോ? ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലെ. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്ത് ചെയ്തു, കൂടി. ബട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ത് ചെയ്തേക്കുന്നത്, കുറയുകയാണ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ എന്ത് പറയാ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഹാസ് ബീൻ ഇൻക്രീസ് ഫ്രം 44% to 50%, but the operating profit margin has been decreased from 4.6% to 1.8%. Therefore, അവിടെ എന്തായിരിക്കും സംഭവിക്കുക? There can be chances of having misclassification of expenses. The expenses that need to be included within the cost of sales might have been misclassified into operating expenses, leading to എന്തായിരിക്കും സംഭവിക്കുക? Overstated operating expenses and understated cost of sales. Yeah. അതിന്റെ റെസ്പോൺസ് എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? Breakdown. You can obtain the breakdown of cost of sales and operating expenses in order to confirm whether the expenses classified in the relevant accounts are in accordance with accounting standards. Clear? Yes, sir. Okay. അപ്പൊ ഇത്രയും റിസ്ക് ആൻഡ് റെസ്പോൺസസ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്തൊക്കെ റിസ്ക് ആണോ ഇൻ റിലേഷൻ ടു ദ റേഷ്യോസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്, അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ബേസിസിലുള്ള റിസ്ക്കും കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള റിസ്ക്കും കണ്ടുപിടിച്ചു. എന്താണെങ്കിലും നമുക്ക് എക്സാമിന്റെ അകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. നമുക്ക് എന്താണെങ്കിലും 101% ആയിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള റെസ്പോൺസസും എഴുതാൻ വരുള്ളൂ. ആകെ മാറാൻ ചാൻസ് ഉള്ള റിസ്ക് ആണ്. റിസ്ക് മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മാറുന്നത് മാത്രമായിരിക്കും, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മാത്രമായിരിക്കും. സോ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ബേസിക് നോളജ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലുണ്ട്. ആൻഡ് ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ദ വേ ഇൻ വിച്ച് യു നീഡ് ടു എക്സ്പ്രസ് ആൻസേഴ്സ് ഇൻ റിലേഷൻ ടു ദ ഓഡിറ്റ് റിസ്ക്, നമുക്ക് പ്രോപ്പർലി എഴുതാൻ പറ്റും. നമ്മൾ ഈ ഓഡിറ്റ് റിസ്കിന്റെയും മോർ ദാൻ ഒരു 45 ടൈംസിന് മേലെ ആൻസേഴ്സ് എഴുതി പഠിച്ചതാണ്. കാരണം ഓരോ ക്വസ്റ്റ്യൻസും 3 വട്ടം വെച്ച് നമ്മുടെ ക്ലാസ്സിൽ എഴുതി പഠിച്ചതാണ്. സോ ഐ ബിലീവ് എവ്രി വൺ ഈസ് ഫെമിലിയർ വിത്ത് ദ പോയിന്റ്സ് ഓഫ് ഓഡിറ്റ് റിസ്ക്. അതുപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക ഓരോ ക്വസ്റ്റ്യൻസും. സോ ദാറ്റ് വി വിൽ ബി ഏബിൾ ടു മേക്ക് ഷുവർ ദാറ്റ് whatever be the points that appear in the exam can be easily cracked. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രോപ്പർലി എല്ലാവരും ഓരോ ആൻസേഴ്സും എഴുതി നോക്കുക. ക്ലിയർ? അപ്പൊ എല്ലാവരും ഏറ്റവും പ്രോപ്പർലി ഇന്ന് തന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എഴുതി നോക്കുക. ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഓൾ ദി 25 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രോപ്പർലി റിവൈസ് ചെയ്യുക. നമ്മൾ വളരെ ക്വിക്ലി ആണ് അത് ഡിസ്കസ് ചെയ്ത് പോയത്, ബട്ട് നമ്മൾ ഒരുപാട് ദിവസം എടുത്ത് പഠിച്ചതായിരുന്നു. സോ ഓരോ ക്വസ്റ്റ്യൻസും പ്രോപ്പർലി വായിച്ച് അതിന്റെ ആൻസേഴ്സ് എഴുതി നോക്കുക. എസ്പെഷ്യലി ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഓൾറൈറ്റ്. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ. താങ്ക് യു. Thank you. Thank you, sir.